ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി സ്ട്രോബെറി ജാർ കേക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റിയാണ്. 2 മുട്ടയ്ക്കൊരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി കേക്കാണ്, വെറുതെ കേൾക്കാൻ തന്നെ ടേസ്റ്റാണ്. ഇത് ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണം. ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. 2 ലെയറായി കട്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് 3 ലെയറായാണ് ജാർ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ 3 ലെയറായി കട്ടാക്കാം. ഇനി നമുക്ക് കേക്ക് ജാറിൻ്റെ ലിഡ് കൊണ്ട് തന്നെ ഇത് കട്ടാക്കി കൊടുക്കാം. ഒന്ന് അമർത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് കട്ടായി കിട്ടും. 3 എണ്ണമായി ഇതുപോലെ കട്ടാക്കാം. എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ താഴെ വീഴാത്ത രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ക്രഷ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് എടുക്കുന്നുണ്ട്, കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, ലെയറിൽ. കേക്ക് ഫില്ല് ചെയ്യാനുള്ള ജാർ എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറേ വീഡിയോയിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതും ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതും നമുക്ക് കാണിക്കുന്നുണ്ട്. കുറച്ച് സ്ട്രോബെറി ചോക്ലേറ്റ് ബാർ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വൈറ്റ് ചിപ്സും. രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ഗനാശ ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ക്രഷ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ക്രഷ് ഫസ്റ്റ് ലെയറിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് 2-3 കേക്ക് ഓർഡർ ഉണ്ടായത് കൊണ്ടാണ് ഫസ്റ്റ് ലെയറിൽ അതും രണ്ടാമത്തെ ലെയറിൽ ക്രഷും ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വൈറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെയും 3ാമത്തെയും ജാർ കേക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കാം.